എല്ലാവർക്കും AS ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് യൂണിറ്റ് ടാൻജന്റ് വെക്റ്റർ ആണ്. അപ്പോൾ യൂണിറ്റ് ടാൻജന്റ് വെക്റ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടുപിടിക്കേണ്ട ഫോർമുലയാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. U = R' ഡിവൈഡ് ബൈ മോഡുലസ് ഓഫ് R' എന്ന് പറയുന്നത്. ഈ U എന്ന് പറയുന്നത് യൂണിറ്റ് ടാൻജന്റ് വെക്റ്ററിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ആണ് U എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ R' എന്ന് പറയുന്നത്? ക്വസ്റ്റ്യനിൽ ഒരു വെക്റ്റർ കൊടുത്തിരിക്കും. ആ വെക്റ്ററിന്റെ ഡെറിവേറ്റീവ് എടുക്കണം. ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ് R' എന്ന് പറയുന്നത്. ഇനി ഡബിൾ ഡേഷ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ്? സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്. അങ്ങനെ ഫോർമുല ഡബിൾ ഡേഷ് ഇല്ല, എന്താണ് സിംഗിൾ ഡേഷ് ആണ് വരുന്നത്. അപ്പോൾ R' എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ഡെറിവേറ്റീവ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ലെറ്റർ ആണ് R' എന്ന് പറയുന്നത്. ഇതിൽ കൊടുക്കുന്നത് R = xi + yj + zk എന്ന് പറയുന്നൊരു വെക്റ്റർ കൊടുത്തിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോർമുല എന്താണ്? R' ആണ്. അപ്പോൾ ഇതിൻ്റെ തന്നിരിക്കുന്ന വെക്റ്ററിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് നമ്മൾ കണ്ടുപിടിക്കുന്നു. ആ ഡെറിവേറ്റീവ് കിട്ടുന്ന ആൻസർ ഇല്ല, അതിൻ്റെ മോഡുലസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അല്ലാതെ നിങ്ങൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന മോഡുലസ് അല്ല കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട ജോലി എന്ന് പറയുന്നത് തന്നിരിക്കുന്ന വെക്റ്ററിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക. ആ കിട്ടുന്ന ആൻസറിൻ്റെ മോഡുലസ് ആണ് നിങ്ങൾ എടുക്കേണ്ടത്. അത് തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് യൂണിറ്റ് ടാൻജന്റ് വെക്റ്റർ എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് മോഡുലസ് എടുക്കുന്നത്? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 3 ഡയമെൻഷൻ ആണെങ്കിൽ നമുക്ക് IJK അങ്ങനെ നമുക്ക് 3 ഡയമെൻഷൻ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് മോഡുലസ് എടുക്കേണ്ടത്? √x² + y² + z². ഇനി 2 ഡയമെൻഷൻ ആണെങ്കിൽ ഐയും ജെയും മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എടുക്കാം? √x² + y². ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്വസ്റ്റ്യനിൽ IJK ഉണ്ടെങ്കിൽ 3 ഡയമെൻഷൻ ആണ്. സോ √x² + y² + z² എന്ന് ചെയ്യുക. ഇനി 2 ഡയമെൻഷൻ ആണെങ്കിൽ എന്ത് ചെയ്യുക? √x² + y² മാത്രം ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ? ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത 2 പ്രോബ്ലംസ് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഫൈൻഡ് ദ യൂണിറ്റ് ടാൻജന്റ് വെക്റ്റർ അറ്റ് എ പോയിന്റ് ടു ദ കർവ് R = a cos t I + a sin t j. ഓക്കെ, തന്നിരിക്കുന്ന ഒരു വെക്റ്റർ കൊടുത്തിട്ടുണ്ട്. ആ വെക്റ്ററിൻ്റെ യൂണിറ്റ് ടാൻജന്റ് വെക്റ്ററാണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്താണ് ഒരു ഹിൻറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഗീവൺ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അത് തന്നെ കോപ്പി ചെയ്യുക ഫസ്റ്റ്, അല്ലേ? എന്താണ് ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത് അത് തന്നെ ഫസ്റ്റ് കോപ്പി ചെയ്യണം. സോ R = ഞാൻ അത് തന്നെ കോപ്പി ചെയ്തിട്ടുണ്ട്. a cos t I + a sin t j എന്ന് പറയുന്നത്. നമുക്ക് എന്താണ് യൂണിറ്റ് ടാൻജന്റ് വെക്റ്ററിൻ്റെ ഫോർമുല? U = R' ഡിവൈഡ് ഓഫ് R'. ഓക്കെ, ഇതാണ് നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത്. അപ്പം ക്വസ്റ്റ്യനിൽ ഞാൻ R എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? R' കണ്ടുപിടിക്കാം. R' എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക. ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്ന വെക്റ്ററിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക. സോ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കാനായിട്ട് ഞാൻ ഫസ്റ്റ് a എന്ന് പറയുന്ന കോൺസ്റ്റന്റ് അല്ലേ, അപ്പോൾ ഞാൻ a-നെ അതുപോലെ തന്നെ എഴുതുകയാണ്. cos t ആണ് അടുത്ത് വരുന്നത്. cos t-യുടെ ഡെറിവേറ്റീവ് എന്താണ്? -sin t. ഓക്കെ, I അതുപോലെ കോപ്പി ചെയ്തു. സെൻട്രൽ സൈൻ പ്ലസ് ആണ്, സോ പ്ലസ് തന്നെ എഴുതുക. അടുത്ത് വീണ്ടും കോൺസ്റ്റന്റ് വന്നു a, അപ്പോൾ a അതുപോലെ തന്നെ എഴുതി. ഇനി സൈൻ ടിയുടെ ഡെറിവേറ്റീവ് എന്താണ്? cos t ആണ്, അല്ലേ? ഇപ്പോൾ sin x ആണ്, cos x. ഇവിടെ sin t ആയതുകൊണ്ട് ഡെറിവേറ്റീവ് എന്താണ്? cos t ആണ്. സോ cos t അതുപോലെ എഴുതി ജെയും. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞു. ഇനി ഞാൻ കുറച്ചുകൂടെ ഒന്ന് അറേഞ്ച് ചെയ്യുകയാണ്. അതായത് നമുക്ക് ഫസ്റ്റ് ടൈമിൽ ഒരു മൈനസ് വന്നിട്ടുണ്ടായിരുന്നു. ആ മൈനസിനെ ഞാൻ ഫ്രണ്ടിൽ എടുക്കുകയാണ്. സോ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് സാധിക്കും? -a sin t I + a cos t j. അതായത് ഈ സ്റ്റെപ്പ് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ വേറെ ഒന്നും ചെയ്തിട്ടില്ല. നമ്മുടെ ഫസ്റ്റ് ടൈമിൽ ഒരു മൈനസ് വന്നിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഫ്രണ്ടിലെടുത്തു. ബാക്കിയെല്ലാം നമ്മൾ അതുപോലെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഫസ്റ്റ് ഡെറിവേറ്റീവ് കിട്ടി, അല്ലേ? അടുത്ത എന്താണ്? ഫസ്റ്റ് ഡെറിവേറ്റീവിടെ മോഡുലസ് ആണ് എടുക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്താണ് ഫസ്റ്റ് ഡെറിവേറ്റീവിടെ മോഡുലസ് ആണ് എടുക്കേണ്ടത്, അല്ലാതെ ക്വസ്റ്റ്യനിൽ കിടക്കുന്ന വെക്റ്ററിൻ്റെ മോഡുലസ് അല്ല എടുക്കേണ്ടത്. ഓക്കെ, ഫസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ മോഡുലസ് എടുക്കേണ്ട ഫോർമുല എന്താണ്? നമുക്ക് ഈ ഒരു ഇക്വേഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഐയും ജെയും മാത്രമേ ഉള്ളൂ, അല്ലേ? അപ്പോൾ എന്താണ്? 2 ഡയമെൻഷൻ ആണ്. 2 ഡയമെൻഷൻ ആണെങ്കിൽ എന്താണ് ഫോർമുല? മോഡുലസ് ആണ് എടുക്കേണ്ട ഫോർമുല √x² + y² ആണ്, അല്ലേ? ഇവിടെ k ഉണ്ടെങ്കിൽ x² + y² + എന്താണ് z² എന്ന് എടുക്കേണ്ടി വരുമായിരുന്നു. ഓക്കെ, അപ്പോൾ നോക്കൂ, മോഡുലസ് R' = √x², അല്ലേ? എക്സ് ഇവിടെ എന്താണ്? ഐയുടെ കമ്പോണൻ്റ് ആണ് എക്സ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് എന്താണ് കിടക്കുന്നത്? -a sin t ആണ് കിടക്കുന്നത്, അല്ലേ? നമ്മുടെ ഫോർമുല എന്താണ്? xi + yj അങ്ങനെയല്ല പോകുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് x² + y² എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ എന്താണ് കിടക്കുന്നത്? ഐ പോയിട്ട് ബാക്കി നോക്കിയാൽ മതി. എക്സിൻ്റെ പ്ലേസിൽ വരുന്നത് എന്താണ്? -a sin t ആണ്. അതിൻ്റെ സ്ക്വയർ എടുക്കുക. നമ്മൾ x² എന്നാണ് പറഞ്ഞത്, അല്ലേ? അപ്പോൾ എന്താണ് വരുന്നത്? -a sin t the whole square +
ഒയുടെ സ്ഥാനത്ത് എന്താണ് കിടക്കുന്നത്? ജെയുടെ കമ്പൗണ്ടാണ് ഒയ് എന്ന് പറയുന്നത്. അപ്പോൾ ഒയ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒയുടെ പ്ലേസിൽ വരുന്നത് എ കോസ് ടി ആണ്. അപ്പോൾ അതിൻ്റെ എന്തെടുക്കുക? സ്ക്വയർ എടുക്കുക. സോ നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ സ്ക്വയറിനെ എന്ത് ചെയ്യുകയാണ്? അകത്ത് കയറ്റുകയാണ്. അപ്പോൾ എങ്ങനെ വരും? റൂട്ട് മൈനസിൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ എന്താണ്? പോസിറ്റീവ് ആണല്ലോ. സോ നമുക്ക് ഇനി മൈനസിൻ്റെ ആവശ്യമില്ല. ഇനി എയുടെ സ്ക്വയർ എടുക്കുമ്പോൾ എ സ്ക്വയർ ആണ്. സൈൻ ടിയുടെ സ്ക്വയർ എന്താണ്? സൈൻ സ്ക്വയർ ടി പ്ലസ് വീണ്ടും നോക്കിയോ ഇവിടെ നമുക്ക് സ്ക്വയറിനെ അകത്ത് കയറ്റുക. സോ എയുടെ സ്ക്വയർ എ സ്ക്വയർ, കോസ് ടിയുടെ സ്ക്വയർ എന്താണ്? കോസ് സ്ക്വയർ ടി ആണ്. ഓക്കെ ആണല്ലോ. ഇതിൽ നിങ്ങൾക്ക് ഈ രണ്ട് ടേം, അതായത് ഈ റൂട്ടിൻ്റെ അകത്ത് നമുക്ക് രണ്ട് ടേംസ് കാണാം. ആ രണ്ട് ടേംസിന് കോമൺ ആയിട്ട് എന്തുണ്ട്? എ സ്ക്വയർ അല്ലേ കോമൺ ആയിട്ട് വരുന്നത്? ആ എ സ്ക്വയറിനെ പുറത്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ എ സ്ക്വയറിന് ഔട്ട് സൈഡ് എടുത്തു. ഈ എ സ്ക്വയറിന് ഔട്ട് സൈഡ് എടുക്കുമ്പോൾ ബാക്കി വരുന്ന ടേം എന്താണ്? എ സ്ക്വയറിന് പോയി കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട് ഇവിടെ? സൈൻ സ്ക്വയർ ടി പ്ലസ് ഇവിടുന്ന് നമ്മൾ എ സ്ക്വയറിന് ഔട്ട് സൈഡ് എടുത്തല്ലോ, ബാക്കി എന്തുണ്ട്? കോസ് സ്ക്വയർ ടി. അപ്പോൾ നമുക്ക് കിട്ടുന്ന ടേം എന്താണ്? റൂട്ട് എ സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി എന്നാണ്. ഓക്കെ, നമുക്കറിയാം റൂട്ടും സ്ക്വയർ വരികയാണെങ്കിൽ എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാമെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ നമുക്കിവിടെ നോക്കുമ്പോൾ റൂട്ട് എ സ്ക്വയർ എന്നല്ലേ, അപ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്യുമ്പോൾ പിന്നെ എന്ത് മാത്രമേ ഒരു എ മാത്രമാണ് വരുന്നത്. ഇനി ബാക്കി എന്തുണ്ട്? റൂട്ട് സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി. അതായത് ഇവിടെ നിങ്ങൾക്ക് റൂട്ടും സ്ക്വയർ ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇതെന്താണ്? ഇത് രണ്ട് ടേംസ് ആണ് വരുന്നത് അല്ലേ. നമുക്ക് ഇവിടെ നമ്മൾ ഒരു ടേം ആയതുകൊണ്ട് നമ്മൾ ഇൻറ്റു ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? എ സ്ക്വയർ റൂട്ട് വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്ത്? ക്യാൻസൽ ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് എന്ന് എഴുതിയത്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് അത് ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ഹോൾ സ്ക്വയർ ആയിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ക്യാൻസൽ ചെയ്യാമായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് ഈ റൂട്ട് സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടീനെ ഞാൻ അതുപോലെ എഴുതി. നിങ്ങൾക്കറിയാം സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി എന്താണ്? 1 ആണ് അല്ലേ. നമുക്ക് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്താണ്? 1 അല്ലേ. അപ്പോൾ നമുക്ക് ഇതിന് പകരം ഈ ഒരു ടേമിന് വരെ നമുക്ക് എന്തെന്ന് കൊടുക്കാം? 1 എന്ന് കൊടുക്കാം. പക്ഷേ റൂട്ടിലെ റൂട്ട് 1 എന്ന് കൊടുക്കും. റൂട്ട് 1 എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. സോ 1 ഇൻറ്റു എ എന്ന് പറയുമ്പോൾ എന്താണ്? ആൻസർ കിട്ടുന്ന എന്താണ്? എ എന്ന് കിട്ടി. നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു, അതിൻ്റെ മോഡുലസ് കണ്ടുപിടിച്ചു അല്ലേ. നമ്മുടെ ഇക്വേഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യുകയാണ്? കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താണ്? യു ഇസ് ഈക്വൽ ടു ആർ ഡാഷ് ഡിവൈഡ് ബൈ മോഡുലസ് ഓഫ് ആർ ഡാഷ് ആണ്. നിങ്ങൾ ആർ ഡാഷ് കണ്ടുപിടിച്ചല്ലോ അല്ലേ. ഇതാണ് നമ്മുടെ ആർ ഡാഷ് എന്ന് പറയുന്നത്. ആർ ഡാഷിന് ഞാൻ എന്ത് ചെയ്തു? ന്യൂമറേറ്ററിൽ എഴുതി ഡിവൈഡ് ബൈ മോഡുലസ് ഓഫ് ആർ ഡാഷ് എന്താണ്? എ അല്ലേ. സോ ഡിവൈഡ് ബൈ എ. ഇനി നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നത്? അതായത് ഈ രണ്ട് ടേമിലും കോമൺ ആയിട്ട് എന്തുണ്ട്? അതായത് ഫസ്റ്റ് ന്യൂമറേറ്ററിൽ രണ്ട് ടേംസ് ആണ്. ആ രണ്ട് ടേംസിൽ കോമൺ ആയിട്ട് എ ഉള്ളത് കൊണ്ട് നമുക്ക് എനെ എന്ത് ചെയ്യാം? ഔട്ട് സൈഡ് എടുക്കാം. ഓക്കെ ആണല്ലോ. എനെ ഔട്ട് സൈഡ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ബ്രാക്കറ്റിനകത്ത് എന്ത് മാത്രമേ ഉള്ളൂ? സൈൻ ടി ഐ പ്ലസ് കോസ് ടി ജെ. അപ്പോൾ നിങ്ങൾക്ക് എ എന്ന് പറയുന്ന ടേം ഔട്ട് സൈഡ് വന്നിട്ടുണ്ട്. പക്ഷേ ഡിനോമിനേറ്ററിൽ എന്ത് തന്നെയാണ്? എ തന്നെയാണ്. സോ ന്യൂമറേറ്ററിലുള്ള എനെയും ഡിനോമിനേറ്ററിലുള്ള എനെ നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്തിട്ട് ബാക്കി കിട്ടുന്നതാണ് നമുക്ക് എന്തെന്ന് പറയുന്നത്? മൈനസ് എന്തായാലും ഉണ്ട് അല്ലേ. സോ മൈനസ് സൈൻ ടി ഐ പ്ലസ് കോസ് ടി ജെ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്ന വെക്ടറിൻ്റെ യൂണിറ്റ് ടാൻജന്റ് വെക്ടർ എന്ന് പറയുന്നത്. സിമ്പിളാണ്, വേറെ ഒന്നും നമുക്ക് ചെയ്യേണ്ട. ജസ്റ്റ് എന്ത് ചെയ്യുക? ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക, ആ കിട്ടുന്ന ആൻസറിൻ്റെ മോഡുലസ് എടുക്കുക, രണ്ടും കൂടെ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. ഇനി എന്തെങ്കിലും കോമൺ ആയിട്ടുണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യുക? ഔട്ട് സൈഡ് എടുത്തിട്ട് ക്യാൻസൽ ചെയ്താൽ മാത്രം മതി. ഓക്കെ ആണല്ലോ. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയോ. ഫൈൻഡ് ദ യൂണിറ്റ് ടാൻജന്റ് വെക്ടർ ടു ദ കർവ് എക്സ് ഈസ് ഈക്വൽ ടു ടി സ്ക്വയർ പ്ലസ് 1, y is equal to 4t minus 3, z is equal to 2t square minus 6t at the point t is equal to 2. അതായത് നിങ്ങൾ തൊട്ട് മുമ്പ് ചെയ്ത പ്രോബ്ലം ഈ പ്രോബ്ലം കൂടെ തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമുക്ക് നേരത്തെ ഫസ്റ്റ് ചെയ്ത പ്രോബ്ലം എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് ആറിൻ്റെ വാല്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് സിമ്പിളായിട്ട് നമ്മൾ ആർ ഡാഷ് എടുത്തു അല്ലേ. പക്ഷേ ഇവിടെ നമുക്ക് ആർ എന്ന് പറയുന്ന ഒരു വെക്ടർ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. പക്ഷെ അതിൻ്റെ കമ്പോണൻറ്റ് കൊടുത്തിട്ടുണ്ട് അല്ലേ. എക്സ് കൊടുത്തിട്ടുണ്ട്, വൈ, ഇസഡ്. അപ്പോൾ 3 ഡയമെൻഷൻ ആണ് നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോർമുല എന്താണ്? വെക്ടർ എങ്ങനെയാണ് എഴുതുന്നത്? ആർ ഈസ് ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ എന്നാണ് നമ്മൾ എഴുതുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് സാധിക്കും? ഇത് ടിയുടെ കമ്പോണൻ്റ് ആയത്, ടി എന്ന് പറയുന്ന പാരാമീറ്ററിൻ്റെ ഒരു വെക്ടർ ആയതുകൊണ്ട് നമുക്ക് ആർ ഓഫ് ടി എന്ന് എഴുതാം അല്ലേ. ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു എക്സ് ഐ അല്ലേ. അപ്പോൾ എക്സിൻ്റെ പ്ലേസിലൂടെ എന്താണ് കൊടുത്തിരിക്കുന്നത്? ടി സ്ക്വയർ പ്ലസ് 1 ആണ്. സോ ടി സ്ക്വയർ പ്ലസ് 1 എന്ന് എഴുതുക. എക്സ് ഐ ആണ്, സോ ഐ കൊടുക്കുക. പ്ലസ് അടുത്ത് വരുന്ന ടേം ഏതാണ്? വൈ ജെ ആണ്. വൈ എന്ന് പറയുന്ന ടേം ഇവിടെ എന്താണ്? 4t മൈനസ് 3 അല്ലേ. സോ 4t മൈനസ് 3. അടുത്ത് എന്ത് വരും? ജെ. പ്ലസ് അടുത്ത് വരുന്ന ടേം എന്താ? ഇസഡ് കെ ആണ്. ഇസഡിൻ്റെ പ്ലേസിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? 2t സ്ക്വയർ മൈനസ് 6t ആണ്. സോ നമ്മൾ അത് കൊടുക്കുന്നു. ദെൻ എന്താണ്? കെ. അപ്പോൾ നമുക്ക് വെക്ടർ കിട്ടിയില്ല. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ട് ആർ കൊടുത്തിട്ടുണ്ടായിരുന്നു. സെക്കൻഡിൽ ആറിൻ്റെ കമ്പൗണ്ട്സ് ആണ് കൊടുത്തത്. അപ്പോൾ ആ കമ്പൗണ്ട്സ് തമ്മിൽ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ജോയിൻ ചെയ്ത് അങ്ങ്
ആർ കൺസ്ട്രക്ട് ചെയ്യുക. ഓക്കെ ആണല്ലോ. അത് വേറെ ഒന്നുമില്ല, XI പ്ലസ് OJ പ്ലസ് ZK എന്ന് ആ ഒരു ഫോർമാറ്റിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എഴുതിയാൽ മതി. ഓക്കെ ആണല്ലോ. ഇനി എന്ത് ചെയ്യുക, നമുക്ക് ആർ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഫസ്റ്റ് ആർ ഡാഷ് എടുക്കുക അല്ലേ. ആർ ഡാഷ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക. ഓക്കെ, ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക. നമുക്ക് ഇവിടെ ടി എന്ന് പറയുന്ന പാരാമീറ്ററിൻ്റെ ഒരു വെക്ടർ അല്ലേ R(t) നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ടി വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡെറിവേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ T² ഡെറിവേറ്റീവ് എന്താണ്, 2t. അടുത്ത് നോക്കുമ്പോൾ 1 ആണ്. 1 എന്ന് പറയുന്നത് എന്താണ്, ഒരു കോൺസ്റ്റന്റ് അല്ലേ. കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് ഉണ്ടോ, ഇല്ല. അപ്പോൾ അത് അവിടെ 0 ആയി പോകും. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് ഈ ഒരു ഫസ്റ്റ് ടൈം നമുക്ക് 2 ടൈമിനെ കാണാം. പക്ഷെ നമ്മുടെ ടി വരുന്നത് എന്താണ്, T² ടൈംസിലാണ്, ടിയുടെ ടൈംസിലാണ് നമ്മൾ ഡെറിവേറ്റ് ചെയ്യുന്നത്. സോ T² ഡെറിവേറ്റീവ് എന്തായി, 2t ആയി. അതുപോലെ ഞാൻ എഴുതി. പ്ലസ് അടുത്ത് നിങ്ങൾ ടിയുടെ ടൈം കാണുന്നുണ്ട്, ഏതാണ്, 4t അല്ലേ. 4tയുടെ ഡെറിവേറ്റീവ് എന്താണ്, 4 തന്നെയാണ്. പക്ഷെ ഇവിടെ 3 എന്താണ്, കോൺസ്റ്റന്റ് ആയതുകൊണ്ട് 0 ആയി പോകും. നമുക്ക് എങ്ങനെ എഴുതാം, 4j എന്ന് എഴുതാനായിട്ട് സാധിക്കും. പ്ലസ് 2t² അല്ലെങ്കിൽ നമുക്ക് 2 അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് വെച്ചിട്ട് T² ഡെറിവേറ്റീവ് എന്താണ്, 2t ആണ്. സോ ഇവിടെ നിങ്ങൾ കോൺസ്റ്റന്റ് ആയിട്ട് വെച്ച് 2ഉം നമ്മുടെ T² ഡെറിവേറ്റീവ് 2tയും കൂടെ എന്ത് ചെയ്യുകയാണ്, മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് 4t എന്ന് പറയുന്നത് അല്ലേ. 4t മൈനസ് 60യുടെ ഡെറിവേറ്റീവ് എന്താണ്, 6 തന്നെയാണ് അല്ലേ. അപ്പോൾ 6 ഞാൻ അതുപോലെ എഴുതി, k അതുപോലെ എഴുതി. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ ടീനാണ് ഡെറിവേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഇവിടെ വരുന്ന നമ്പേഴ്സിനൊക്കെ എന്താണ്, കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനൊക്കെ നമുക്ക് 0 എന്ന് ഡെറിവേറ്റ് ചെയ്താൽ, ബാക്കി ഈ ടി വരുന്ന കമ്പൗണ്ട് മാത്രം നിങ്ങൾ എന്തെടുത്ത് ചെയ്താൽ മതി, ഡെറിവേറ്റ് ചെയ്താൽ മതി. ആ ഡെറിവേറ്റ് എടുക്കുമ്പോൾ ഐയും ജെയും k അതുപോലെ തന്നെ നിങ്ങൾ എഴുതുവാൻ ശ്രദ്ധിക്കുക. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് R(t) കണ്ടുപിടിച്ചു. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ആ പോയിന്റ് എന്താണ്, t=2 എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ R(t) ആണ് നിങ്ങൾ എഴുതിയിരിക്കുന്നത്. പക്ഷേ ടിക്ക് ഒരു വാല്യൂ ഉണ്ട്, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ടിയുടെ വാല്യൂ എന്താണ്, 2 അല്ലേ. അപ്പോൾ നിങ്ങൾ ടി എവിടെയൊക്കെയാണ് വരുന്നത് അവിടെയൊക്കെ നിങ്ങൾ എന്ത് കൊടുക്കുക, 2 കൊടുക്കുക. ഓക്കെ ആണല്ലോ. അതായത് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഈ നമ്പർ അതായത് ടിയുടെ വാല്യൂ പറഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അങ്ങ് ചെയ്തു പോകാം. കഴിഞ്ഞ ദിവസം ക്വസ്റ്റ്യൻ നമ്മൾ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ടിക്ക് ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ടിക്ക് ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ടിയുടെ പ്ലേസിൽ നിങ്ങൾ എന്തെടുക്കുക, സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് R(t) ആണ് നിങ്ങൾ എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് ആ ടിയുടെ പ്ലേസിൽ എന്തെടുക്കാം, 2 കൊടുക്കാം. ഓക്കെ, അപ്പോൾ R(2) എന്ന് വരും. ഇനി എവിടെയൊക്കെയാണ് ടി വരുന്നത് അവിടേക്ക് നമ്മൾ എന്ത് കൊടുക്കുക, 2 കൊടുക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾ ടിയുടെ പ്ലേസിൽ 2 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, നിങ്ങൾക്ക് 2 × 2 4 അല്ലേ. അതാണ് ഡയറക്റ്റ് ആയിട്ട് 4 ആയി എന്ന് എഴുതിയിരിക്കുന്നത്. അടുത്ത് ഇവിടെ ടിയുടെ കമ്പൗണ്ട് ഉണ്ടോ, ഇല്ല. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അത് 4j എന്ന് എഴുതാം. അടുത്ത് പ്ലസ് അതുപോലെ എഴുതി. ഇനി ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം 4t. ഇവിടെ ടിയുടെ പ്ലേസിൽ നിങ്ങൾ 2 കൊടുക്കും. അപ്പോൾ 4 × 2 എന്താണ്, 8 ആണ്. ബ്രാക്കറ്റിൻ്റെ അകത്ത് വേറൊരു ടേം കൂടെ ഉണ്ട്, 8 - 6 ആണ്. 8 - 6 എന്താണ്, 2 ആണ്. അതിന് ഡയറക്റ്റ് ആയിട്ട് ഒരു സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. വേറെ ഒന്നുമില്ല. ഇവിടെ നിങ്ങൾ ടിയുടെ പ്ലേസിൽ 2 കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് 2 കൊടുക്കുമ്പോൾ 4 × 2 എന്ത് കിട്ടും, 8 കിട്ടും. 8 - 6 എന്താണ്, 2. പിന്നെ k ഉണ്ട്, സോ k അതുപോലെ എഴുതി. അപ്പോൾ നമുക്ക് R' കിട്ടി. R' കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് അടുത്ത് എന്താ ചെയ്യുക, മോഡുലസ് ഓഫ് R' കണ്ടുപിടിക്കുക അല്ലേ. നമ്മൾ ചെയ്യുന്നത് അങ്ങനെയല്ലേ. യൂണിറ്റ് വെക്ടറിൻ്റെ ഫോർമുല എന്താണ്, R' / മോഡുലസ് ഓഫ് R' എന്ന് പറയുന്നത്. സോ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് മോഡുലസ് ഓഫ് R' കണ്ടുപിടിക്കാം. മോഡുലസ് നോക്കി ഇവിടെ I, J, K ഉണ്ട്. അപ്പോൾ ഇത് ഏത് ഡയമെൻഷനാണ്, 3 ഡയമെൻഷനാണ് അല്ലേ. 3 ഡയമെൻഷൻ ആണെങ്കിൽ ഫോർമുല എന്താണ്, √x² + y² + z² ആണ് അല്ലേ. അപ്പോൾ ഇവിടെ എക്സിൻ്റെ പ്ലേസിൽ എന്താണ്, 4 അല്ലേ. അപ്പോൾ 4ന്റെ സ്ക്വയർ എടുക്കാം. പ്ലസ് അടുത്ത വൈയുടെ പ്ലേസിൽ എന്താണ്, ഇവിടെ 4 തന്നെയാണ്. സോ 4² പ്ലസ് അടുത്ത ഇസൻ്റെ പ്ലേസിൽ എന്താണ്, ഇവിടെ 2 അല്ലേ. സോ 2². ഓക്കെ, റൂട്ട് മസ്റ്റായിട്ട് ഇടുക. ഇനി 4² + 4² + 2² ആൻസറാണ് നമുക്ക് കിട്ടുന്നത് 36 എന്ന് പറയുന്നത്. √36 എന്ന് പറയുന്നത് എന്താണ്, 6 ആണ്. ഓക്കെ ആണല്ലോ. ഫോർമുല എഴുതുക. ഫോർമുല എന്താണ്, യൂണിറ്റ് ടാൻജന്റ് വെക്ടർ U = R' / മോഡുലസ് ഓഫ് R'. നിങ്ങൾ R' കണ്ടുപിടിച്ചു. R' വാല്യൂ ആണ് നമ്മളിവിടെ തൊട്ടുമുമ്പ് എഴുതിയിരിക്കുന്നത് 4i + 4j + 2k എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ ന്യൂമറേറ്ററിൽ കൊടുക്കുക, / ഇനി മോഡുലസ് ഓഫ് R' നിങ്ങൾക്ക് കിട്ടിയ ആൻസർ എന്താണ്, 6 അല്ലേ. സോ 6 എന്ന് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് നോക്കുമ്പോൾ മുകളിൽ നിങ്ങൾക്ക് എന്താണ്, എല്ലാം 2ൻ്റെ ടേബിൾസ് ഉണ്ട് അല്ലേ. 4, 4, 2 ആണ്. അപ്പോൾ നമുക്ക് 2നെ എന്ത് ചെയ്യാം, ഞാൻ ഔട്ട് സൈഡ് എടുക്കുകയാണ് അല്ലേ. 2നെ ഔട്ട് സൈഡ് എടുക്കുമ്പോൾ ഇവിടെ നിന്ന് 2നെ ഔട്ട് സൈഡ് എടുക്കുമ്പോൾ പിന്നെ ബാക്കി എന്തുണ്ട്, 2i. അതുപോലെ ഇവിടെ നിന്ന് 2നെ ഔട്ട് സൈഡ് എടുക്കുമ്പോൾ ബാക്കി എന്തുണ്ട്, 2j. അടുത്ത് ഇവിടെ നമ്മൾ 2നെ ഔട്ട് സൈഡ് എടുത്തു. അപ്പോൾ ഇവിടെ ബാക്കി എന്താണുള്ളത്, k മാത്രമാണ് അല്ലേ. സോ k. ഈ ഡിനോമിനേറ്റർ എന്തുണ്ട്, 6 ഉണ്ട്. ഇനി നമുക്കിവിടെ നോക്കുമ്പോൾ 2ഉം 6ഉം കൂടെ ക്യാൻസൽ ചെയ്ത് നമുക്ക് ഡിനോമിനേറ്റർ എന്ത് കിട്ടും, 3 എന്ന് കിട്ടും. സോ നമുക്ക് എങ്ങനെ കിട്ടും, ആൻസർ 2i + 2j + k / 3.
ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ഇങ്ങനെ എഴുതിയാലും മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ സെപ്പറേറ്റ് ആയിട്ട് ഇതെങ്ങനെ എഴുതാം. അതായത് ഈ 3 എന്ന് പറയുന്നത് ഈ 3 ടേംസിന് എന്ത് തന്നെയാണ് കോമൺ ആയിട്ടുള്ള ഡിനോമിനേറ്റർ ആണ് 3 എന്ന് പറയുന്നത്. സോ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എങ്ങനെ എഴുതാം, 2/3i പ്ലസ് 2/3j പ്ലസ് 1/3k. അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ എഴുതിയാലും മാർക്ക് കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്